പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം പറയുകയാണ്. ഞാനൊരു ചെറിയ കഥയിലൂടെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിടത്തൊരു സന്യാസി ഉണ്ടായിരുന്നു. അപ്പോൾ സന്യാസി തൻ്റെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരു പുഴക്കരയിലേക്ക് വന്നു. വലിയ പുഴയാണ്, പഴയ കാലമാണ്. അന്ന് ഇതുപോലത്തെ പാലങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. വള്ളമാണ് ആശ്രയം. വള്ളത്തിൽ കയറി അക്കരെ പോയി. അപ്പോൾ സന്യാസി വരുമ്പോൾ ഒരു 5-6 പേര് വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ധൃതി പിടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. സന്യാസി വന്ന് അവരെയെല്ലാം വലിച്ച് താഴോട്ട് ഇറക്കി നിർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് അക്കരയ്ക്ക് ഒന്ന് പോകണം, വള്ളം പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സന്യാസി വള്ളത്തിൽ കയറിയിരുന്നു. അപ്പോൾ ഈ വള്ളക്കാരൻ വള്ളവുമായിട്ട് മുന്നോട്ട് നീങ്ങി. അങ്ങനെ പുഴയുടെ കാൽഭാഗം മുന്നോട്ട് നീങ്ങിയപ്പോൾ ഈ സന്യാസി ഇയാളുടെ നേരെ തിരിഞ്ഞ് ഒന്ന് നോക്കി. അതുവരെ കുറേ പുഴയിലേക്കൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വള്ളക്കാരനോട് ചോദിച്ചു, ഹേ വള്ളക്കാരാ, നിങ്ങൾ തർക്കശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വള്ളക്കാരൻ തിരിഞ്ഞ് സന്യാസിയുടെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, തർക്കശാസ്ത്രമോ? അതെന്താണെന്ന് പോലും എനിക്ക് അറിയില്ല സന്യാസി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വള്ളം തുഴഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ പുഴയുടെ കാൽഭാഗം പിന്നിട്ട് കുറച്ച് മുന്നോട്ട് നീങ്ങി പോവുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ സന്യാസിന് മറുപടി കൊടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ, നിന്റെ ജീവിതത്തിൻ്റെ കാൽഭാഗം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മറുപടി കൂടെ ഈ സന്യാസി കൊടുത്തു. അങ്ങനെ വള്ളം പുഴയുടെ നടുക്കെത്തി കഴിഞ്ഞപ്പോൾ സന്യാസിയുടെ അടുത്ത ചോദ്യം വന്നു, നീ മൂർഖോശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വള്ളക്കാരൻ പറഞ്ഞു, മൂർഖോശാസ്ത്രമോ സന്യാസി? അതെന്താണെന്ന് പോലും എനിക്കറിയില്ല, അതിൻ്റെ വാക്ക് പറയാൻ പോലും എനിക്കറിയില്ല സന്യാസി എന്ന് അദ്ദേഹം എളിമയോടെ പറഞ്ഞു. ശരി, നിന്റെ ജീവിതത്തിൻ്റെ പകുതി ഭാഗവും നഷ്ടപ്പെട്ടു എന്ന് സന്യാസി പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ആകെ വിഷമമായി. എങ്കിലും അതൊന്നും കാണിക്കാതെ അദ്ദേഹം വള്ളം തുഴഞ്ഞുകൊണ്ടേയിരുന്നു. ഇങ്ങനെ തുഴഞ്ഞ് ഈ പകുതി ഭാഗവും കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ സന്യാസിയുടെ അടുത്ത ചോദ്യം വന്നു. അദ്ദേഹം ചോദിച്ചു, നീ ക്ലമൻറ്റോ ശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ക്ലമൻറ്റോ ശാസ്ത്രമോ സന്യാസി? അതെന്താണെന്ന് എനിക്ക് അറിയത്ത് പോലില്ല, അതിൻ്റെ വാക്ക് പോലും പറയാൻ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ സന്യാസി പറഞ്ഞു, നിന്റെ ജീവിതത്തിൻ്റെ 3/4 ഭാഗവും നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് ആകെ വിഷമമായി. എങ്കിലും വള്ളം തുഴഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ കരയെത്തുന്നതിൻ്റെ കുറച്ച് മുമ്പ് എത്തിയപ്പോൾ പെട്ടെന്ന് ഈ പുഴയ്ക്കകത്ത് വലിയൊരു ചലനവും ഒരു ചുഴലിയും എല്ലാം കൂടെ വന്നു. ഇദ്ദേഹം അധ്വാനിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. വള്ളം മറിയുന്നൊരു കണ്ടീഷൻ വന്നപ്പോൾ ഈ വള്ളക്കാരൻ തിരിച്ച് സന്യാസിയോട് ഒരു ചോദ്യം ചോദിച്ചു, പ്രിയ സന്യാസി, നീന്തൽ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ സന്യാസി മറുപടി പറഞ്ഞു, നീന്തലോ? അതെന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്ന് സന്യാസി വള്ളക്കാരനോട് പറഞ്ഞു. പെട്ടെന്ന് വള്ളം മറിഞ്ഞു. ഈ വള്ളക്കാരൻ നീന്തൽ അറിയാമല്ലോ, അദ്ദേഹം പെട്ടെന്ന് നീന്തി അക്കരെ എത്തി. ഈ വള്ളം മറിഞ്ഞ് ഈ വെള്ളത്തിനകത്തേക്ക് ഇങ്ങനെ താന്നു പോയി. സന്യാസി താഴ്ന്നു പോയി. അങ്ങനെ താന്നു പോയപ്പം വള്ളക്കാരൻ ഈ കരയ്ക്ക് കയറി നിന്നിട്ട് നോക്കി, ഇനി എന്താ പറ്റിയത്, ഈ സന്യാസിയെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് രക്ഷപ്പെടണമല്ലോ. അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പോൾ കുറേ കുമിളകൾ ഇങ്ങനെ ആകാശത്ത് നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കയറി വരുന്നത് ആര് കണ്ടു? ഈ വള്ളക്കാരൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇന്ന് കേൾക്കുന്ന കുറേ മൂർഖോശാസ്ത്രവും കുറച്ച് ക്ലമൻറ്റോ ശാസ്ത്രവും കുറച്ച് തർക്കശാസ്ത്രവും എല്ലാം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഭയിൽ. പക്ഷേ നമ്മളിവിടെ ഒരു സത്യം മനസ്സിലാക്കണം. ഈ നമ്മുടെ സഭയാകുന്ന വള്ളം, ആ വള്ളത്തിലെ സന്യാസിമാരായ ഇന്ന് സഭാ നേതൃത്വം, ആ സഭാ നേതൃത്വത്തെക്കുറിച്ച് നമ്മുടെയൊക്കെ ധാരണകൾ എന്താണ്? ആരോട് ചെന്ന് ഞാൻ സംസാരിച്ചാലും അദ്ദേഹവുമായിട്ട് സംസാരിച്ച് വിളിച്ചു വരുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ ഇടവകയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്, ഇങ്ങനെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കുകയാണ് ജനം വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നീതി വൈദികരിൽ നിന്നും ഇടവകയിൽ നിന്നും നീതിപൂർവമായിട്ട് ജനത്തിന് കിട്ടുന്നില്ല. അതാണ് അവരുടെ പരാതിയുടെ കാരണം. അത് പറയാൻ കാരണം, ഞാൻ ഇത്തിരി ഊന്നി പറയാൻ കാരണം, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ച മുമ്പ് എന്നെ UK നിന്ന് ഒരു സഹോദരൻ വിളിച്ചു, ലണ്ടനിൽ നിന്ന്. അദ്ദേഹം വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, കുറച്ച് പരാതികളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിഷമമായിരുന്നു എന്നോട് സംസാരിച്ചത്. ആ വിഷമത്തിൻ്റെ കാരണം ഇതാണ്, അദ്ദേഹത്തിന് 1.5 ലക്ഷം രൂപ ശമ്പളമുണ്ട് ലണ്ടനിൽ, ഭാര്യയ്ക്ക് 2.5 ലക്ഷം രൂപ ശമ്പളമുണ്ട്. ഭാര്യ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് അവിടെ.
അങ്ങനെ 1.5 വർഷം 2 വർഷം കഴിയുന്നതിന് വരെ വലിയ കുഴപ്പമില്ലാതെ പോയി. അങ്ങനെ യാദൃശ്യമായിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയെ, സ്വന്തം ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ താമസിച്ച് വരാൻ തുടങ്ങി. മറ്റൊരു സഹോദരൻ്റെ കാറിൽ കയറി വരാൻ തുടങ്ങി. അങ്ങനെ അത് പതിവായിട്ട് രാവിലെ പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാറിൽ പോകുന്നു. അപ്പോൾ അതൊക്കെ ചോദിച്ചു, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താണെന്നൊക്കെ ഇദ്ദേഹം അന്വേഷിച്ചു. അപ്പോൾ ഇപ്പോൾ വളരെ ദേഷ്യഭാവത്തിൽ സംസാരിക്കാതെയൊക്കെ പ്രശ്നമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞപ്പോൾ എന്തു സമയം ചോദിച്ചാൽ, ഇപ്പോൾ സ്വന്തം ഭാര്യ സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നില്ല. അവൾക്ക് ഇഷ്ടമുള്ളപ്പം കയറി വരും, ഇഷ്ടമുള്ളപ്പോൾ അവൾ രാവിലെ ഇറങ്ങിപ്പോകും, അത് അവൻ്റെ കാറിൽ പോകും. അങ്ങനെ ഇവരുടെ ബന്ധം, ഇവരുടെ കുടുംബജീവിതം, 3 മക്കളുണ്ട് അവിടെ. ഈ മക്കളെ ഓർത്ത് ഈ ഭർത്താവ് ഇത് ക്ഷമിക്കുകയാണ്, സഹിക്കുകയാണ്, ഇതെല്ലാം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ അവരുടെ ദാമ്പത്യ ജീവിതം തകർന്നു. സ്വന്തം ഭർത്താവും കുഞ്ഞുങ്ങളും നോക്കി നിൽക്കെ അവരുടെ മുമ്പിൽ വെച്ച് അന്യപുരുഷൻ്റെ കൂടെ പോകുന്ന ഭാര്യ, ആ ഭർത്താവിൻ്റെ വേദന എന്താണ്, എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയവേദന? അദ്ദേഹം കുറേ സമയം എന്നോട് സംസാരിച്ചു. ഇതിനെന്താണ് പരിഹാരമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അവിടെ ഇടവകളുണ്ടോ, രൂപതകളുണ്ടോ, അവിടെ മെത്രാനോ ലണ്ടന് വൈദികരോ ഒക്കെ ഇല്ലേ, അവിടെ കുർബാനയൊക്കെ ലഭിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ വൈദികനെ വിളിച്ച് ഈ വിവരം ഒന്ന് സംസാരിക്കുക, ഒന്ന് വിവരങ്ങൾ പറ എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് സംസാരിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും വിളിച്ചു. അപ്പോൾ വൈദികനെ വിളിച്ച് സംസാരിച്ചു, അവിടെ പോയി സംസാരിച്ചു, പള്ളി കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം, ഞാൻ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടും 1 മാസം കഴിഞ്ഞു. ഇതുവരെ ആ സ്ത്രീയെ വിളിച്ച് ചോദിക്കുകയോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. അതാണ് ഒരു സംഭവം. രണ്ടാമത്, ഡൽഹിയിൽ നിന്നൊരാൾ വിളിച്ചു. ഡൽഹിയിൽ നിന്ന് വിളിച്ചത് ഒരു സ്ത്രീയാണ് വിളിച്ചത്. അവിടുത്തെ സംഭവം ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അദ്ദേഹം 2 പേർക്കും ജോലിയുണ്ട്. ഭാര്യ ജോലി ചെയ്യുന്നു, ഭർത്താവ് ജോലി ചെയ്യുന്നു. രണ്ടുപേര് 2 സമയത്ത് വീട്ടിൽ വന്ന് കയറും. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുണ്ടായിരിക്കെ ഈ സ്വന്തം ഭാര്യയുടെ മുമ്പിലേക്ക് ഭർത്താവ് ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ട് വരികയാണ്. ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ട് വരുന്നു. അപ്പോൾ ആദ്യം കൊണ്ട് പറയാം, എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. എൻ്റെ സുഹൃത്തിൻ്റെ കമ്പനിയിലെ ഉദ്യോഗസ്ഥയാണ്, ജോലിക്കാരെന്ന് പറഞ്ഞു. അതിങ്ങനെ പതിവായി കഴിഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് ഒരു സംശയം തോന്നി. ഇദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ഈ സഹോദരി നേരിട്ട് ചെന്ന് ഈ സ്ത്രീ, അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എൻ്റെ കമ്പനിയിലെ ജോലിക്കാരിയാണ്, അവിടുത്തെ ഒരു പിയൂണാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇത് ശരിയോ തെറ്റോ എന്ന് അറിയാമെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു സ്ത്രീ അവിടെ ഇല്ല, ഓഫീസിലില്ല. അപ്പോൾ അതേ ചൊല്ലി വരുന്ന ഈ പ്രശ്നങ്ങളായി, തർക്കങ്ങളായി, അത് അങ്ങനെ വിഷയമായി. അങ്ങനെ ഇപ്പോൾ ഭർത്താവ് വീട്ടിൽ വരാതായി. കാരണം വെച്ചാൽ ആ സ്ത്രീയുടെ ശമ്പളവും ഇദ്ദേഹത്തിൻ്റെ ശമ്പളവും കൂടി അവർ വേറൊരു ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. ഈ ഭാര്യയും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു. അപ്പോൾ ഈ സ്ത്രീയോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഡൽഹിയിൽ വൈദികരില്ലേ, ഇടവകയില്ലേ, അച്ഛന്മാരില്ലേ, അവിടെ നിങ്ങൾ ഈ ചെന്ന് വിവരങ്ങൾ പറ. അദ്ദേഹത്തെ വിളിച്ചും ചോദിക്കട്ടെ, ഇത് നീതിയാണെന്ന് ചോദിക്കുക. 2 കുഞ്ഞുങ്ങളുള്ളല്ലേ, വിവാഹ ജീവിതം നടന്നതല്ലേ. അപ്പോൾ വിവാഹം ഇങ്ങനെ മുന്നോട്ട് നടന്ന് കുഞ്ഞുങ്ങളുണ്ടായി സഭയുടെ അംഗീകാരത്തോടെ വിവാഹമൊക്കെ കഴിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ ശരണപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ അടിയുറച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് കുടുംബത്തെ നയിച്ച് മുന്നോട്ട് പോകേണ്ട കുടുംബജീവിതം ഇങ്ങനെ പോയാൽ ശരിയാണെന്നൊക്കെ പഠിപ്പിക്കുന്നതാണ്. സഭയൊക്കെ ആണല്ലോ പഠിപ്പിക്കുന്നത്. നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് 2 മാസം കഴിഞ്ഞപ്പോൾ ആ സഹോദരി വിളിച്ചു. ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ചു. അവിടെയും പ്രശ്നപരിഹാരം കിട്ടിയിട്ടില്ല. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ വേദനകളിൽ നമ്മളെ സഹായിക്കാൻ, നമ്മുടെ പ്രശ്നങ്ങളിൽ തക്ക സമയത്ത് ഇടപെടാൻ, നമ്മുടെ വേദനകളിലും പ്രശ്നങ്ങളിലും ആകുലതകളിലും ദുഃഖങ്ങളിലും ഉത്കണ്ഠകളിലും തകർച്ചകളിലും നമ്മോടൊപ്പം കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നുകൊണ്ട് ഈ ജനത്തിൻ്റെ വേദനയൊപ്പാൻ, ഈ ജനത്തിൻ്റെ കണ്ണീരൊപ്പാൻ, ഈ ജനത്തിൻ്റെ വേദനയോടൊപ്പം നിൽക്കാൻ ഓരോ സഭാധികാരികൾക്കും കടമയുണ്ടായിട്ടും അത് സാധിക്കാതെ വരുന്നു ഒരു തലം. അതിൻ്റെ രണ്ടാമത്തെ തലത്തിൽ പറയുമ്പോൾ, വിവാഹമെന്ന കൂതാശയ്ക്ക് ഒരു പുല്ലിൻ്റെ വില പോലും കൽപ്പിക്കാതെ സമൂഹവും കുടുംബത്തിലെ ജനങ്ങളും തോന്നുന്ന പോലെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നതിൻ്റെ പിന്നിലെ കാരണം എന്താണ്? ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സത്യം, നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണ് ഞാൻ പറഞ്ഞുതരാം പ്രിയപ്പെട്ടവരെ. അത് ഇപ്രകാരമാണ്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം. അവിടെ ഇങ്ങനെ കാണുകയാണ്, അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു, നീ വിജ്ഞാനം തിരസ്കരിച്ചതുകൊണ്ട് എൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നിന്നെ ഞാൻ തിരസ്കരിച്ചിരിക്കുന്നു. നീ നിന്റെ ദൈവത്തിൻ്റെ കൽപ്പന വിസ്മരിച്ചതുകൊണ്ട് ഞാനും നിന്റെ സന്തതികളെ വിസ്മരിക്കും. ഇതാണ് വചനം. പ്രിയപ്പെട്ടവരെ, ഈ ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളിത് വായിക്കുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. ഞാൻ സ്നേഹപൂർവ്വം ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ കത്തോലിക്ക സഭയിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ കണ്ടെത്തിയതല്ല. ഞാൻ എൻ്റെ യേശുവിനെ, എനിക്ക് സഭ തന്ന ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തിയിട്ടില്ല.
2011 എന്ന് പറയുന്ന കാലഘട്ടങ്ങളിൽ ഒരു ധ്യാനം കൂടാൻ സാധിച്ചു. ആ ധ്യാനം ഇഷ്ടപ്പെട്ടപ്പോൾ പല ആവർത്തി കൂടി ധാരാളം ആളുകളെ കൊണ്ടുപോയി, 100 കണക്കിന് ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഒരു വർഷങ്ങളോളം ആളുകളെ കൊണ്ടുപോവുകയും അവിടെ ശുശ്രൂഷ പങ്കെടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ ആത്മീയതയിൽ വളർന്ന് വന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി എന്നിലേക്ക് കടന്നു വരികയും അത് വ്യാഖ്യാന വരങ്ങളായും വരദാനങ്ങളായും ജ്ഞാനമായും വിവേകമായും പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ വാഴാൻ തുടങ്ങിയപ്പോഴാണ് ദൈവവുമായിട്ടുള്ള സംസർഗം എനിക്ക് കിട്ടാനിടയായത്. അത് ആ ധ്യാന സെൻറ്ററിൽ വെച്ചായിരുന്നു. തീർച്ചയായിട്ടും ആ ധ്യാന സെൻറ്റർ അത് ഉപകരിച്ചെന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അവിടെ നമ്മൾ തത്തുല്യമായ ഒരു പ്രാർത്ഥന ജീവിതം, ഒരു പ്രാർത്ഥനയുടെ ശക്തമായൊരു പ്രാർത്ഥനാ ജീവിതം, വിശുദ്ധി നിറഞ്ഞ ഒരു പ്രാർത്ഥനാ ജീവിതം, ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമുള്ള ജീവിതം, ഒപ്പം ഈ കൗതാശിതനൊക്കെ ആഴപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചപ്പോൾ കർത്താവുമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഇടപെടാനും കാണാനും ദൈവത്തെ അറിയാനും സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ സഭാ അധികാരം, ഞാനിത് പറയാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്ക് പ്രീച്ചിങ് കാർഡും കൗൺസിലിംഗ് കാർഡും ഉണ്ട്. ഈ കോഴ്സൊക്കെ കൂടിയതാണ്. അതിൻ്റെ കാർഡുകൾ എൻ്റെ അടുത്തുണ്ട്. ഇത് വെച്ചാണ് ഞാൻ എൻ്റെ സഭാ നേതൃത്വത്തിൽ ചെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ധാരാളം കുടുംബത്തിൽ പ്രശ്നമുണ്ട്. ഞാൻ പലപ്പോഴും പല വീടുകളിൽ കൂടെ പോയി പ്രാർത്ഥിക്കുകയും രോഗികളെ സന്ദർശിക്കാനൊക്കെ പോവുകയും ചെയ്യാറുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ് കുടുംബത്തിൻ്റെ തകർച്ച ഭയാനകമായ രീതിയിൽ എത്തപ്പെട്ടു കഴിഞ്ഞു. അവിടെ ഒരു സമാധാനമോ ഒരു ശാന്തിയോ ഒന്നുമില്ല. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ നമ്മളെ ആശീർവദിക്കാറുണ്ട്. നമ്മൾ അങ്ങേക്കും സമാധാനം നമ്മൾ പറഞ്ഞുകൊണ്ട് ആ സമാധാനത്തെ സ്വീകരിക്കാറുമുണ്ട്. പക്ഷേ ഒരു കുടുംബത്തിലും ഒരു ഹൃദയത്തിലും സമാധാനം എന്ന പരമസത്യമായ യേശു ക്രിസ്തുവിൻ്റെ ശക്തി, യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല, നിൽക്കുന്നില്ല, കാണുന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം? ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ഈ ഒറ്റ കാരണം ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. ഇതിന് അനേകം തകർച്ചകളും അനേകം പ്രശ്നങ്ങളുടെ ക്ലാസ്സുകളും ഇടാനുണ്ട് പ്രിയപ്പെട്ടവരെ. അതിലൊരു കാരണമാണ് ഹോസിയ 4:6 പറയുന്നത്, അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. എന്താണ് ഈ അജ്ഞത എന്ന് പറയുന്നത്? ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന യഥാർത്ഥ ജ്ഞാനം, യേശു ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന യഥാർത്ഥ ബോധ്യം നമുക്ക് കിട്ടുന്നില്ല. സുവിശേഷത്തിലെ എവിടുന്നെങ്കിലൊക്കെ ചില വചനങ്ങൾ കിട്ടുന്നതല്ലാതെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം, മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ, അതിൻ്റെ എല്ലാ വചനങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മനസ്സിലാകാതെ പോയ വചനങ്ങൾ, മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, യേശുവിൻ്റെ വരവിനായിട്ടുള്ള അത്തിമരത്തെ നോക്കി ഒരു ഉപമ പഠിക്കുവിൻ. പലർക്കും അതിൻ്റെ അർത്ഥമറിയത്തില്ല. അതുപോലെ അർത്ഥമറിയത്തില്ലാത്ത അനേകം വചനങ്ങൾ നമ്മുടെ ബൈബിളിൽ ഉണ്ടെങ്കിൽ ഈ 30, 40, 50, 60 വർഷമായ ഈ ജനത്തിന്, 90, 70, 80 വയസ്സുള്ള ജനങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും അർത്ഥമറിയാതെ ഈ ലോകത്തിരുന്ന് ഒരു കൂദാശി എന്ന് പറഞ്ഞ അല്പം കൂദാശയും സ്വീകരിച്ച് ഒരു കുർബാനയും സ്വീകരിച്ച് പോയി ആത്മാവിൽ ജ്ഞാനമില്ലാതെ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്ന അവരുടെ ആത്മാക്കൾക്ക് ശാന്തിയോ സമാധാനമോ ലഭിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് പിന്നീട് ആ കുടുംബത്തിലുണ്ടാകുന്ന തകർച്ചകൾ. അതിന് വേറെ രീതിയിൽ പറയുന്നതാണ് പൂർവ്വപിതാക്കന്മാരുടെ ശാപം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് പറഞ്ഞ അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. ക്രിസ്തുവിനെ, യേശുവിനെ അറിയേണ്ട രീതിയിൽ നമ്മളൊരു ക്രിസ്മസ് ആണെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി കുറേ വേഷം കെട്ടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ക്രിസ്മസ് പപ്പയാണെന്നും പറഞ്ഞ് എന്തൊക്കെയോ കുറേ കുപ്പായം ഇട്ട് മുഖത്തൊരു വൃത്തികെട്ട രൂപം ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ തുള്ളുന്നു, മറിയുന്നു, ചാടുന്നു. എന്താണ് ക്രിസ്മസ്? ഈ ക്രിസ്മസ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് മാസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തു എന്നത് ബലിയാണ്. ക്രിസ്തു ബലി, അതാണ് ക്രിസ്മസ്. ക്രിസ്തു ജനിക്കുമ്പോൾ മുതൽ, കാരണം നമുക്കറിയാം ക്രിസ്തു എന്ന ആ ഉണ്ണി യേശു മറിയത്തിൻ്റെ ഗർഭത്തിൽ ഉരുവായ ആ കാലഘട്ടം വന്നപ്പോൾ മുതൽ അവരനുഭവിച്ച സഹനങ്ങളും വേദനകളും. ക്രിസ്തു ജനിച്ചപ്പോൾ അവിടെ സംഭവിച്ചെന്താണ്? 2 വയസ്സിനും താഴെയുമുള്ളവരുടെ രാജ്യത്തുള്ള മുഴുവൻ ആൺകുട്ടികളും കൊല്ലപ്പെട്ടു. എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു? ദുഷ്ടത നിമിത്തം കൊല്ലപ്പെട്ടു. അതിന് യേശുക്രിസ്തു അല്ല ഉത്തരവാദി. യേശുക്രിസ്തു സത്യദൈവം ജനിക്കുന്നു എന്ന് കണ്ട ദുരാത്മസേനകൾ, ദുഷ്ടശക്തികൾ ആ ക്രിസ്തുവിനെ തപ്പി നടന്ന് കൊല്ലാൻ വേണ്ടി ശ്രമിച്ച മാർഗം അതായിരുന്നു. ആ കാലഘട്ടം മുതൽ അനേകരുടെ ജീവൻ ബലി നൽകിക്കൊണ്ടാണ് ഈ ലോകത്ത് ക്രിസ്തു മുന്നോട്ട് വന്നിരുന്നത്. കാരണം ക്രിസ്തു എന്ന ആ വ്യക്തി തന്നെ ഒരു ബലിയായിട്ട് മാറി. ആ തുടക്കം മുതൽ, ക്രിസ്തുവിൻ്റെ ജനനം മുതൽ, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നടന്ന് കഴിഞ്ഞ് ഇനിയും യേശു രണ്ടാമത് വരുന്ന ഈ കാലഘട്ടം വരെ എത്രയോ ക്രിസ്ത്യാനികൾ പീഡ സഹിച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പ്രതി എത്രയോ പേര് മരിച്ചിട്ടുണ്ട്, രക്തസാക്ഷിത്വം വഹിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നെ നടന്നത് എന്താണ്? യേശു ക്രിസ്തു എന്ന പരമസത്യം, പരമയാഥാർത്ഥ്യം, പരമസത്യമായ സത്തയുടെ സത്യമായ ദൈവം, പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെയും ശരീരരൂപമായ
മനുഷ്യൻ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട വ്യക്തിരൂപമായ ഒരു മനുഷ്യരൂപത്തിലുള്ള ക്രിസ്തു എന്ന സത്യം അതിൻ്റെതായ തലങ്ങളിൽ മനസ്സിലാക്കിയിട്ടില്ല. ക്രിസ്തു എനിക്ക് തമ്മിലുള്ള എന്താണ് ബന്ധം? ഞാൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ബന്ധം? എന്താണ് ഗുണം? എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് എൻ്റെ രോഗങ്ങളും പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടി എൻ്റെ സന്തോഷവും സമാധാനം എനിക്ക് ക്രിസ്തുവിന് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് പ്രിയപ്പെട്ടവർ എനിക്ക് ക്രിസ്തു ദൈവമായിട്ട് മാറുന്നത്. അല്ലാതെ സഭ കാണിച്ചു തരുന്ന കുറേ കോപ്രായങ്ങൾ പോലെ ഇങ്ങനെ കുറേ തുള്ളലും ചാട്ടവും മറിയും. അവിടെ കുറേ കന്യാസികൾ ചാടി മറിയുന്നു, ഇവിടെ കുറച്ച് അച്ഛന്മാർ ചാടി മറിയുന്നു, കുറേ കുട്ടികൾ ഇടവക ചാടി മറിയുന്നു, ഇഷ്ടംപോലെ പന്തൽ പ്രദർശനവും ആഹ്ലാദ പ്രകടനവും. എന്നിട്ട് എന്താണ് കുടുംബത്തിൽ ഇതുപോലെ തകർച്ച? ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? എല്ലാവരും തുള്ളിച്ചാടി മറിയുന്നൊരു കാലമാണ്. അപാരമായ ആനന്ദമാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. മനുഷ്യൻ്റെ ഈ പൊയ്മുഖമാണ് ഇതൊക്കെ സത്യം. ആ തുള്ളിച്ചാടുന്ന എത്രയോ വൈദികർ, അതിനകത്ത് വൈദികരുണ്ടാവും, തുള്ളിച്ചാടി മറിഞ്ഞ് ഡാൻസ് കളിക്കുന്ന കന്യാസ്ത്രീകൾ, തുള്ളിച്ചാടി ഇളകി മറിയുന്ന കുറേ ജനങ്ങൾ, ഇവരുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ വേദന മറയ്ക്കാനുള്ള ചില മറകളാണ് ഈ സത്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ തുള്ളലും മറിയലും ചാട്ടവും അല്ല ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഇത് സുവിശേഷമല്ല, ഇത് ശവശേഷമാണ് പ്രിയപ്പെട്ടവരെ. മരണനിദ്രയാണ് നമുക്ക് കിട്ടുക. മരണമാണ് ഇതിൻ്റെ പിന്നിലെ സത്യമെന്ന് ഞാനിവിടെ പറയുകയാണ്. ഈ തുള്ളൻ ചാടുമല്ല പറയേണ്ടത്. ഇവിടെ വേദനിക്കുന്ന മനുഷ്യൻ്റെ, അനാഥരുടെയും ദരിദ്രരുടെയും, ഒരു നേരത്തെ ആഹാരത്തെ കഷ്ടപ്പെടുന്നവർ, കിടപ്പ് രോഗികൾ, ക്യാൻസർ രോഗികൾ, 5-6 ആസ്പെറ്റോസ് മാത്രം പെറുക്കി വെച്ച് 2-3 മുറിയിൽ കത്ത് കിടന്നു കൊടുക്കുന്ന അനേകം വ്യക്തികൾ, മരണത്തെ മുന്നേ കാണുന്ന ക്യാൻസർ രോഗികൾ. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ ഒരു സഹോദരി വിളിച്ചു. അവരുടെ ആ സഹോദരൻ്റെ ഭാര്യ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അവരുടെ കിഡ്നി എടുത്തു കളഞ്ഞു, അവളുടെ യൂട്രസ് എടുത്തു കളഞ്ഞു. 6 ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ അവിടെ നടന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാളില്ല. ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ആശ്വാസം, സ്നേഹം, ഒരു സാന്ത്വനം ലഭിക്കേണ്ട സ്ഥാനത്ത് മനുഷ്യൻ തുള്ളലും ചാടാനും മറിയാനുമാണോ? ഇവിടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം ജനങ്ങളുടെ അടുത്തേക്ക് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കാൻ ഒരു പൈസ സംഘടിപ്പിച്ച് ഒരു ഫണ്ടുണ്ടാക്കി, ക്രിസ്മസ് ആകുമ്പോഴത്തേനും ഇടവകയിലെ ജനങ്ങളെല്ലാം കൂടെ ഒരു ഫണ്ടുണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുത്തോ കളക്ഷൻ എടുത്തോ ഡിപ്പോസിറ്റ് ചെയ്തോ എടുത്തുകൊണ്ട് വേദനിക്കുന്ന അടുത്തേക്ക് പോയി അവൻ്റെ കണ്ണുനീരൊപ്പി ഇതാണ് ക്രിസ്മസ്, ഇതാണ് യേശുവിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എന്ത് സുവിശേഷമാണ് നമ്മുടേത്? എന്ത് ക്രിസ്മസ് ആണ് പ്രിയ സഹോദരങ്ങളെ? വേദനിക്കുന്ന കുടുംബങ്ങളുടെ ആഴമാണ് കൂടുതലുള്ളത്. രോഗാവസ്ഥ കിടക്കുന്ന അനേകര്, മരണക്കിടക്കെ കിടന്നുകൊണ്ട് ഞെളിപിരി കൊള്ളുന്ന, മരിച്ചു പോകാൻ ആഗ്രഹിച്ചിട്ടും മരിക്കാൻ പറ്റാത്ത മാതാപിതാക്കന്മാർ, രോഗാവസ്ഥ കിടക്കുന്നവർ, ഈശോ 90, 98 വയസ്സായിട്ടും മരിക്കാൻ ആഗ്രഹിച്ചിട്ട് മരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അവിടെയൊക്കെ ശാപഗ്രസ്തമായ 100 പ്രശ്നങ്ങളുള്ള ഭവനങ്ങൾ. കുടുംബത്തിൻ്റെ ശാപം എന്താണെന്ന് കണ്ടെത്തിക്കൊണ്ട് ഓരോ കുടുംബത്തെയും വിശദീകരിക്കാനുള്ള വിശദീകരണ പ്രക്രിയ നടക്കേണ്ട ഈ കാലത്തിൽ, യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നതെന്ന് കർത്താവ് കൊരിന്ത്യർക്കാർക്ക് ലേഖനത്തിൽ എഴുതി വെച്ച ആ യുഗങ്ങളുടെ അന്തിമഘട്ടത്തിലെത്തി ഈ കാലഘട്ടത്തിൽ ക്രിസ്മസിൻ്റെ ആഹ്ലാദമല്ല നമുക്ക് വേണ്ടത്. ഈ ഡാൻസ് കളിക്കുന്ന അച്ഛന്മാരല്ല വേണ്ടത്. ഈ ഡാൻസ് കളിക്കുന്ന കന്യാസികളല്ല സഭയ്ക്ക് വേണ്ടത്. വേദനിക്കുന്നവൻ്റെ അടുത്തേക്ക് കണ്ണുനീര് ഒലിപ്പിക്കുന്ന, കണ്ണുനീരോടെ കരയുന്ന അനേകരുണ്ട് പ്രിയപ്പെട്ടവരെ. തൻ്റെ ഹൃദയത്തിലെ വിങ്ങുന്ന വേദനകൾ ഫോണിൽ കൂടെ വിളിച്ച് പറയുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുള്ളൂ. പക്ഷേ അവർ പറയുകയാണ് ഒരിടത്തുനിന്നും ഒരു ആശ്വാസം ലഭിക്കുന്നില്ല. ഇടവകയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ അച്ഛന് തിരക്കാണ്, നാളെ പിന്നെ വന്ന് പറഞ്ഞ് വിടുകയാണ്. അവിടുന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ചോദിക്കുന്നില്ല. അവിടെ ഒന്നും സാന്ത്വനം ലഭിക്കുന്നില്ല അവർക്ക്. ക്രിസ്തു വിശ്വാസം കൊണ്ട് എൻ്റെ ആത്മാവിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എൻ്റെ ആത്മീയ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എൻ്റെ ഇടവകയോ സഭയ്ക്കോ വൈദികർക്കോ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൽ ആഴപ്പെടുക. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുക, ശരിയായ രീതിയിൽ ഉപവസിക്കുക, ശരിയായ രീതിയിൽ കർത്താവിനെ മനസ്സിലാക്കുക. അതിൻ്റെ വചനത്തിലൂടെ, പ്രിയപ്പെട്ട വചനത്തിലൂടെ നമ്മൾ ആഴപ്പെടണം. തിരുവചനമാണ്, യേശു എന്ന വ്യക്തിരൂപത്തിൻ്റെ അക്ഷരരൂപമാണ് ഈ സുവിശേഷം, അല്ലെങ്കിൽ ഈ വചനം എന്ന് പറയുന്നത്. യേശു എന്ന വ്യക്തിയുടെ ശരീരമുള്ള യേശുവിൻ്റെ ആ മനുഷ്യരൂപം ഉണ്ടായിരുന്ന ആ യേശു സംസാരിച്ച് ഈ ലോകത്തുനിന്ന് കടന്നു പോയപ്പോൾ ആ യേശു പറഞ്ഞു വെച്ച വചനരൂപത്തിൻ്റെ അക്ഷരരൂപമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി സംസാരിച്ചതാണ് സുവിശേഷം. ഈ വചനത്തിൽ ആഴപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് യേശുവിനെ കണ്ടെത്താൻ കഴിയും, നിശ്ചയം കഴിയും. പക്ഷേ ഇവിടുത്തെ ആഹ്ലാദ തിമിർപ്പിൽ ക്രിസ്തുവിനെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസരമാണ് ഇതെല്ലാം. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മഹത്വത്തെ നശിപ്പിക്കുന്ന കുറേ കോപ്രാഞ്ചങ്ങളാണ് ഇതെല്ലാം എന്ന് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടെ. കാരണം യുഗം അതിൻ്റെ അവന്ത്യത്തിലേക്ക്, ഇനി കത്തോലിക്ക സഭയില്ലാതെ ക്രിസ്തുവിനെ മനസ്സിലാക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സമയം അടുത്തെത്തി നിങ്ങൾ ഓർക്കണം. ഇവിടെ ചാടാനും മറിയാനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും അല്ല, നാം കണ്ണീരൊപ്പാൻ നിൽക്കണം. അതാണ് ക്രിസ്തു സുവിശേഷം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളൊരു കാര്യം പറയാം.
അത് മർക്കോസിൻ്റെ സുവിശേഷം 10-47 തിരുവചനം. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെയാണ്, യേശു നടന്നു പോവുകയാണ് വഴിയിൽ കൂടെ. അവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മർക്കോസ് സുവിശേഷം 10-46 തിരുവചനം അതിങ്ങനെയാണ്. അവൻ ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യന്മാരും വലിയൊരു ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ട് പോകുമ്പോൾ തിമയോസിൻ്റെ പുത്രനായ ബർത്തിമോസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസ്രായനായ യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവരുടെ യേശു നിന്നു. അതിനുശേഷം സഭയ്ക്ക് കൊടുത്തായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ചോദിക്കുന്ന സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് കുതിരയുണ്ടായിരുന്നു, കുതിരപ്പടയാളികൾ. നമുക്കറിയാം, ഒരു കുതിരയുടെ വേഗത എന്ന് പറയുന്നത് കാറിനേക്കാൾ വേഗത്തിൽ പോകുന്ന വേഗത്തിലല്ല, വാഹനങ്ങളുടെ ഒപ്പം അപ്പുറത്തേക്കോ വേഗത്തിൽ പോകാൻ കഴിവുള്ള ഒരു ജീവിയാണ് കുതിര. അപ്പോൾ അന്നത്തെ ദാവീദ് രാജാവിനും സോളമൻ രാജാവിനും ഒക്കെ ആ കാലഘട്ടത്തിൽ ധാരാളം കുതിരപ്പടയാളുണ്ടായിരുന്നു. കുതിരപ്പടയാളികളായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി തയ്യാറാക്കിയ കുതിരകൾക്ക് അതിവേഗമുണ്ടായിരുന്നു. ദാവീദിൻ്റെ അതിവേഗത്തിലോടുന്ന കുതിരകൾ ലോക പ്രശസ്തമായിരുന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ യേശു ക്രിസ്തു കുതിരപ്പുറത്തായിരുന്നു പോകുന്നതെങ്കിലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ ജനങ്ങളുടെ ഒക്കെ കൂടെ വളരെ ശക്തനായ ഒരു കുതിരയെ തിരഞ്ഞെടുത്ത് കുതിരപ്പുറത്ത് കയറി കടിഞ്ഞാണ് വലിച്ചു പിടിച്ച് കുതിര അതിവേഗം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ അന്ധയാചകൻ്റെ പ്രാർത്ഥന, ഈ അന്ധയാചനെ കണ്ടെത്താൻ യേശുവിന് പറ്റുമായിരുന്നോ? ഇല്ല. യേശു നടന്നാണ് പോയത്. ക്രിസ്തു ഈ ലോകത്തിന് വേണ്ടി ജെറുസലേമിൽ നിന്നും അവർ ജെറീക്കോയിലെത്തി. അവർ ശിഷ്യന്മാരുടെ ഒരു വലിയനും കൂടെ ജെറീക്കോ വിട്ടു പോകുമ്പോൾ ജെറീക്കോയിലെത്തിയ ശേഷം അവിടുന്ന് വീണ്ടും വീട്ടിലേക്ക് നടക്കുകയാണ്. ജെറീക്കോയിലേക്ക് നടക്കുകയാണ് ചെയ്തത്. ജനാവലിയുടെ കൂടെ നടന്നു പോകുമ്പോൾ എന്ന് അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. അവിടെ നടന്നു. അതുപോലെ പ്രിയപ്പെട്ടവരെ, വേദനിക്കുന്നവർ അടുത്തേക്ക്, കഷ്ടപ്പെടുന്നവരുടെ അടുത്തേക്ക്, ഒരു വീട് വയ്ക്കാൻ ആഗ്രഹത്തിനടുത്തേക്ക്, വിവാഹം നടക്കാൻ പറ്റാതെ അനേകം ചെറുപ്പക്കാരുടെ കണ്ണുനീര് ഒപ്പാൻ കഴിയാത്ത കത്തോലിക്ക സഭ തുള്ളി ചാടി മറിഞ്ഞ് ആഹ്ലാദം പ്രകടിക്കുമ്പോൾ ഈ കാപട്യത്തിൻ്റെ മുഖം അഴിച്ചു വയ്ക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അത് സഭയോടും ആഹ്വാനം ചെയ്യുന്നു, കന്യാസ്ത്രീകൾ ആഹ്വാനം ചെയ്യുന്നു, വൈദികരുടെ ആഹ്വാനം ചെയ്യുകയാണ് ഞാൻ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനേകം ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറയാണ്, 2 നില വാർക്ക് വീട്, കാറുണ്ട്, ചെറുക്കന് ജോലിയുണ്ട്, 10 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്, ലക്ഷക്കണക്കിന് രൂപ അവൻ്റെ കയ്യിലുണ്ട്, പക്ഷേ വിവാഹം കഴിക്കാൻ കുഞ്ഞുങ്ങളില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ മദ്യപാനത്തിൻ്റെ പുറകെ വന്നു. അദ്ദേഹത്തിൻ്റെ അപ്പൻ വിളിച്ച് പറയുകയാണ്, മകനെ നീ മദ്യം കഴിക്കരുതെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. കാരണം അവൻ രാത്രി 12 മണി സമയത്തൊക്കെ വീട്ടിൽ കയറി വരുമ്പോൾ അവൻ വല്ലാതെ അസ്വസ്ഥനായിട്ട് കടവരുന്നു. അവന് 38 വയസ്സുണ്ട്, കല്യാണം നടന്നിട്ടില്ല, പെൺകുഞ്ഞുങ്ങളില്ല. എപ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നമ്മൾ വീണ്ടും വചനം എടുത്തു വെച്ച് വായിക്കണം. അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. നീ വിജ്ഞാനം തിരസ്കരിച്ചതുകൊണ്ട് എൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നിന്നെ ഞാൻ തിരസ്കരിച്ചിരിക്കുന്നു. നീ നിന്റെ ദൈവത്തിൻ്റെ കൽപ്പന വിസ്മരിച്ചതുകൊണ്ട് ഞാനും എൻ്റെ സന്തതികളെ വിസ്മരിക്കും. കത്തോലിക്ക സഭയുടെ സന്തതികളായ നമ്മളെ കർത്താവ് വിസ്മരിച്ചു കഴിഞ്ഞു പ്രിയ സഹോദരങ്ങളെ. നമ്മളത് മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ വല്ല ബോധം മനസ്സിലും വെക്കുമോ മനുഷ്യന്? അതുകൊണ്ട് കർത്താവ് പറയാണ്, നീ നിന്റെ ദൈവത്തിൻ്റെ കൽപ്പന വിസ്മരിച്ചതുകൊണ്ട് ഞാനും നിന്റെ സന്തതികളെ വിസ്മരിക്കും. കത്തോലിക്ക സഭയോട് കർത്താവ് പറയാണ്, നീ നിന്റെ പുരോഹിതനായിരിക്കുന്നതെന്ന് നിന്നെ ഞാൻ തടയുന്നു. നീ എൻ്റെ കൽപ്പന തിരസ്കരിച്ചിരിക്കുന്നു. എന്താണ് കൽപ്പന തിരസ്കരിച്ചത്? ഇപ്പം ഞാൻ പറയുന്ന സുഹൃത്തിനെ, ഈ മൂർക്കോ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഈ ക്ലെമൻറ്റോ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഈ തർക്കശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇതുപോലെയാണ് നമുക്ക് സഭയെക്കുറിച്ചും സഭയുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ജ്ഞാനം. കാരണം ഇത് പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കുന്നില്ല. ഇതെല്ലാം യഥാസമയത്ത് 1-ാം ക്ലാസ് മുതൽ 2-ാം ക്ലാസ് മുതൽ കുട്ടികളെ വേദപാഠം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പഠിപ്പിച്ച് അതിൻ്റെ അവസാനം എത്തുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ന ആ ഏക സത്യദൈവമായ ശരീരരൂപം പ്രാപിച്ച് ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തു എനിക്ക് വേണ്ടി രക്തം ചിന്തി കുരിശിൽ കാൽവരിയുടെ മലയിൽ എനിക്ക് വേണ്ടി ബലിയായി തീച്ചൂളയിൽ ഉരുകിത്തീർന്ന് ആ ഉരുകി വെന്ത ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ച ആ അപ്പമാണ് യേശു ക്രിസ്തുവിൻ്റെ ബലിയെന്നും എൻ്റെ പാപങ്ങളും ദുഃഖങ്ങളും ക്ലേശങ്ങളും ആ ബലിയുടെ തീച്ചൂളയിലേക്ക് എറിയുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ അപ്പോൾ എനിക്ക് കിട്ടുന്ന രക്ഷയാണ് നിത്യരക്ഷയെന്നും ഈ വിശുദ്ധ ബലി, അതായത് ഈ വിശുദ്ധ ദിവ്യകാരണം സ്വീകരിച്ച ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവുകൊണ്ട് നിറഞ്ഞ് സൂക്ഷ്മതയോടെ ശ്രദ്ധാപൂർവം അതിശക്തമായി പ്രാർത്ഥനാപൂർവം ആയിരിക്കേണ്ട വ്യക്തികൾ ഈ ചാട്ടത്തിലും മറിയത്തിനും
അപാരമായ ഡ്രസ്സുകളൊക്കെ മേടിച്ച് പണം ധൂർത്തടിച്ച് കളയുമ്പോൾ ക്രിസ്തുവിനെ പോലെ നടന്നെത്തി ഈ ജെറിക്കോയിൽ നിന്ന് നടന്നു എത്തിയതുപോലെ നടന്ന് എന്ന് വേദനിക്കുന്നവൻ്റെ കണ്ണീരൊപ്പാൻ ഈ ക്രിസ്മസിന് കഴിയുന്നില്ലെങ്കിൽ, ഈ വരും കാലഘട്ടത്തിലെ ക്രിസ്മസിന് കഴിയുന്നില്ലെങ്കിൽ ഈ അന്ധമായ ക്രിസ്മസ് നിന്നു പോകും തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ രണ്ട് ക്രിസ്മസ് കൂടി ഈ ലോകത്ത് അവശേഷിക്കും. വരുന്നതിന് പിന്നത്തെ വർഷം ക്രിസ്മസ് ആവശ്യിക്കാൻ ലോകത്തുണ്ടായിരിക്കില്ല, ജനമുണ്ടാകും. പക്ഷേ ആനന്ദിക്കാനോ ആളാനും പറ്റാത്ത വിധം ലോകം യുദ്ധത്തിലേക്ക് പ്രവേശിക്കും. ഇതിന് തിരിച്ചടിയൊക്കെ വരുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ. നമ്മളൊക്കെ വിചാരിക്കും ഈ ഇതെങ്ങനെ ചാടി മറിഞ്ഞാൽ ക്രിസ്മസ് ആവും. കുറേ ചുമന്ന കുപ്പായം ഇട്ടിട്ട് ഈ മുഖത്തെ മുഖംമൂടിയും വെച്ച് ചാടി മറിയുന്നൊന്നും ഞാൻ അംഗീകരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലൊന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇതൊക്കെ ഒരു കാപട്യത്തിൻ്റെ മറയായിട്ട് ഞാൻ കാണുന്നത്. അതേ സ്ഥാനത്ത് അവരെല്ലാവരും ലൈനായിട്ട് കയ്യിൽ അപ്പവും കേക്കും ഓരോ പടസഞ്ചിയും പിടിച്ച് 10 കിലോ അരിയും തൂക്കി പിടിച്ച് ഈ ഇടവേലെ വേദനിക്കുന്നവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലണം. അത് കാണിച്ചു കൊടുക്കണം ജനത്തിന്. അതാണ് ക്രിസ്മസ്. ആ ബലിയാണ് ക്രൈസ്റ്റ് മാസ്. ക്രിസ്തു ബലിയായ സഹനം, ആ ത്യാഗം, ആ പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും വിട്ടു നിന്നുകൊണ്ട് തൻ്റെ ഉപവാസവും പ്രാർത്ഥനയുടെ നമ്മൾ സമ്പാദിച്ചു വെച്ച കുടുക്കകത്ത് നിക്ഷേപിച്ചു വെച്ച പണം പൊട്ടിച്ച് അത് 1000 2000 ഈ ഡ്രസ്സുകൾ വാങ്ങി ഈ തുള്ളാനും ചാടാനും പാണ്ഡിമണം നടത്തുന്ന സമയത്ത്, ഈ ഇളകി മറിയുന്ന സമയത്ത് ക്രിസ്തുവിന് വേണ്ടി തൻ്റെ കീശ കിടക്കുന്ന 10 രൂപ അല്ലെങ്കിൽ 10,000 രൂപ എടുത്തു കൊടുത്തുകൊണ്ട് ഒരു ചാക്ക് അരിയും മേടിച്ച് ഈ ദരിദ്രരുടെയും അനാഥരുടെയും വേദനിക്കുന്നവരും സ്ഥലങ്ങളിലേക്ക് ചെന്നാൽ അവിടെ അത് സ്വീകരിക്കാൻ കാത്തിക്കുന്ന വേദനിക്കുന്ന മനുഷ്യരുണ്ട്. അവിടെ എന്ന് പറയുന്നുണ്ട്, നസ്രായനായ യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് പറയുന്ന ആയിരങ്ങൾ 10,000ങ്ങളുള്ള ഈ കത്തോലിക്ക സഭയിൽ ഈ ഇളക്കത്തിൻ്റെയും ചാട്ടത്തിൻ്റെയും മറിയത്തിൻ്റെയും ശിക്ഷ, ഈ മറിഞ്ഞ് കാണിക്കുന്ന ശിക്ഷ ആസന്നമാണ്. അതെനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇത്ര ശക്തമായിട്ട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥ സത്യമെന്ന് ഇതിനു മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ നിഗൂഢ രഹസ്യം എന്ന് പറഞ്ഞ് നിങ്ങളത് പോയി ഒന്നും കൂടെ അത് നിങ്ങൾ റീവൈൻഡ് ചെയ്ത് കാണണം പ്രിയ സഹോദരൻ. ഞാൻ പുതിയൊരു സന്ദേശം ക്രിസ്മസിന് വേണ്ടി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇക്കൊല്ലത്തെ ക്രിസ്മസിന് വേണ്ടി പുതിയൊരു സന്ദേശം തരാൻ ആഗ്രഹിക്കുന്നില്ല. ആ സന്ദേശം നിഗൂഢമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യമാണ്. ക്രിസ്തുമസിൻ്റെ നിഗൂഢ രഹസ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ ക്രിസ്മസിനിട്ട ഒരു വീഡിയോ ഈ ഇതിനകത്ത് കിടപ്പുണ്ട്. ആദ്യം നിങ്ങൾ ഒന്നുകൂടെ കണ്ട് അതിൻ്റെ സത്യം മനസ്സിലാക്കണം. അതിനിഗൂഢ രഹസ്യം. ആ രഹസ്യം നമുക്കൊന്നും അറിയില്ല. നമ്മുടെ വിചാരം കുറച്ച് ചാട്ടവും മറിച്ചിലും കുറച്ച് ഇറച്ചിയും പുഴുങ്ങി തിന്നാൽ ഈ ക്രിസ്മസിനാണ്. ഇത് ക്രിസ്മസല്ല, ക്രൈസ്റ്റ് മാസ്. ക്രിസ്തുവിൻ്റെ ബലി തുടങ്ങുന്നത് ആ ജനനത്തോടുകൂടി തന്നെ അവിടെ ബലി ആരംഭിക്കുകയാണ് പ്രിയപ്പെട്ടവർ. ആ ദിവസം ബലിയായത് എങ്ങനെയാണ്? യേശു ജനിച്ച് പുൽക്കൂട്ടിൽ മാതാവും യേശുപിതാവും ഉണ്ണി യേശുമായിട്ട് കിടക്കുമ്പോൾ യേശുപിതാവിന് സന്ദേശം ലഭിക്കുകയാണ്, ഇതാ മറിയത്തെയും കുഞ്ഞിനെയും കൂട്ടി നീ പലായനം ചെയ്യുക. എന്നാൽ ശിശുവിനെ വധിക്കാൻ ഹെറോദോസ് ആലോചിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. സ്വപ്നത്തിൽ കിട്ടിയ ദർശനം അനുസരിച്ച് ആ നിമിഷം മുതൽ പ്രസവിച്ച് മണിക്കൂറിൽ പോലും ആയില്ല, അതിനുമുമ്പ് ഈ കുഞ്ഞിനെയും എടുത്ത് തന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച് എത്രയോ കിലോമീറ്ററുകൾ ദൂരോട്ട് നടന്ന് പേടിച്ച് ഓടി രക്ഷപ്പെട്ടു. എത്രയോ അധ്വാനം ചെയ്തിട്ടാണ് അവിടെ ഒരു ബലി, അവിടെ ഒരു സഹനം. പരിശുദ്ധ അമ്മയും യേശുപിതാവും ഉണ്ണീശോയും സഹിച്ച സഹനം, അത് തന്നെ ബലിയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രസവം എവിടെയാണ് നടന്നത്? കാലിക്കൂട്ടിൽ. അതൊരു ബലിയാണ്, അതൊരു സഹനമാണ്. നിന്ദയും അപമാനവും ഒച്ചാക്കലും കളിയാക്കലും ലഭിച്ചു, സത്രത്തിൽ ലഭിച്ചില്ല, അവിടെയും ബലിയാണ്. അതിനുശേഷം മാതാവ് യേശുപിതാവും ഓടി, അതും ബലിയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു ജനിക്കുന്ന ആ നിമിഷം മുതൽ ബലിയായിത്തീർന്ന ക്രിസ്മസ്, അതാണ് ക്രിസ്മസ്. അല്ലാതെ തുള്ളാനും ചാടാനും മറയാനുള്ളതല്ല. ഇവിടെ നിനക്കൊരു ബലിയായിത്തീരാൻ യേശുവിൻ്റെ നാമത്തിൽ, ക്രിസ്മസിൻ്റെ നാമത്തിൽ 10 കിലോ അരിയുമായി ഒരു വേദനിക്കുന്നതിൻ്റെ അടുത്തേക്ക്, ഒരു ക്യാൻസറിൻ്റെ അടുത്തേക്ക്, ഒരു വിധവയുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന്, ഒരു അക്രൈസ്തൻ്റെ ഭവനത്തിലേക്ക്. ഇത് ക്രിസ്മസാണ് സഹോദര. ഇതാ ഒരു കേക്ക്, ഇതാ ഒരു 10 കിലോ അരി എന്ന് പറഞ്ഞു കൊടുക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നിന്റെ സുവിശേഷം എവിടെയാണ്? ഇവിടെയാണ് സന്യാസിയുടെ അവസ്ഥ കത്തോലിക്ക സഭയ്ക്ക് വരുന്നത്. അതാണ് നമ്മുടെ എന്താണ് ക്ലെമൻറ്റോ ശാസ്ത്രവും തർക്കശാസ്ത്രവും എല്ലാം. ഇതാണ് നമ്മുടെ സന്യാസിമാരുടെ കൂടെ നിൽക്കുന്ന നമുക്ക്. അതുകൊണ്ട് ഒന്നിച്ചിരിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മളെ സന്യാസിയുടെ കൂടെയുള്ള ജീവിതമാണോ നമുക്ക് വേണ്ടത്, അതോ വള്ളക്കാരൻ്റെ കൂടെയുള്ള ജീവിതമാണോ നമുക്ക് വേണ്ടത്? അത് നമ്മൾ ചിന്തിക്കണം, പരിശോധിക്കണം. ഈ ക്രിസ്മസിന്, അടുത്ത ക്രിസ്മസിന് ഉള്ള സന്ദേശമായിട്ട് നിങ്ങളിത് കൂട്ടുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ ശക്തമായ ഒരുപാട് ജനങ്ങൾ എന്നെ ഫോണിൽ കൂടെ വിളിച്ച് സംസാരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് അവിടെ വൈദികരില്ലേ, ഇടവകയില്ലേ? നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ തീരാരോഗം, കടബാധ്യത, ഭവനം പണി തീരാത്ത അവസ്ഥ, ഭവനം വെക്കാൻ പറ്റാത്ത അവസ്ഥ, സ്ഥലം വിറ്റിട്ട് കുഞ്ഞിൻ്റെ ഇത് നടക്കാൻ. കാരണം ശപിക്കപ്പെട്ടവരെ, ശാപഗ്രസ്തമാണ് നമ്മുടെ സഭ. ശപിക്കപ്പെട്ട സഭയായി നമ്മുടെ സഭ മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഒരിക്കലും ഒരു ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും ഇടവക ജനത്തിനോ ഇടവയിലെ കുടുംബത്തിനോ അനുഭവിക്കാൻ പറ്റാത്ത വിധം ശാപഗ്രസ്തമാണ് സഭ. അതുകൊണ്ട് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടത്, അതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഓസിയ 4:6, അജ്ഞത നിമിത്തം എന്താണ് ജ്ഞാനം? ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ജ്ഞാനം ഞാൻ ആർജിച്ചാൽ എന്നിൽ പ്രശ്നങ്ങളില്ല. എൻ്റെ ക്രിസ്തുവിൻ്റെ ജ്ഞാനം ഞാൻ ആയിരിക്കും. ആ ജ്ഞാനം സ്നേഹമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും, ജ്ഞാനം സഹനമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും. എനിക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനവും ബോധ്യവും മറ്റുള്ളവർക്ക് സന്തോഷമായിട്ട് കൊടുക്കും. അവർക്കൊരു ചില്ലിക്കാശ് കൊടുക്കാനോ, അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കാനോ, അവരോടൊന്ന് സാന്ത്വനത്തോടെ സംസാരിക്കാനോ, അവൻ്റെ തോളിലൊന്ന് തട്ടാനോ, അവൻ്റെ പ്രശ്നത്തെ കണ്ടെത്തി ഒരു ധ്യാനമന്ദിരത്തിൽ കൊണ്ടുപോയി അവൻ്റെ പ്രശ്നങ്ങളെ ബന്ധനങ്ങളെ കെട്ടഴിക്കാനോ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നിൻ്റെ ക്രിസ്മസ് എന്തിനാ പ്രിയ സഹോദരങ്ങളെ? തീരാൻ പോലെ നമ്മുടെ ഈ ക്രിസ്മസ്. ഹല്ലേലൂയ! ഞാൻ വളരെ വേദനയോടെ പറയുകയാണ് പ്രിയ സഹോദരങ്ങളെ, ഈ പ്രഹസനങ്ങളുടെ ക്രിസ്മസ് അല്ല കത്തോലിക്ക സഭയുടെ ക്രിസ്മസ്, സഹനത്തിൻ്റെ ക്രിസ്മസ് ആണ്. ക്രിസ്തു നമുക്ക് ബലിയായി തീർന്നെങ്കിൽ, ക്രിസ്തുവിൻ്റെ ജനനം മുതൽ ക്രിസ്തു ബലിയായി തീർന്നെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പരിശുദ്ധ കുഞ്ഞിന് ജന്മം കൊടുത്തത് കാലിത്തൊഴുത്തിലാണ്, തണുപ്പിലാണ്, അപാരമായ തണുപ്പിൽ. അവിടുന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പ്രസവിച്ചിട്ട് 10 മണിക്കൂർ പോലും ആകാത്ത സ്ത്രീ കുഞ്ഞിനെടുത്ത് കിലോമീറ്ററുകൾ ഓടിപ്പോയെന്ന് പറയണം. യേശു പിതാവ് കഴുതപ്പുറത്ത് മറിയത്തെ കയറ്റി വെച്ച് യേശു പിതാവ് നിലത്തൂടെ നടന്നു. പ്രിയപ്പെട്ടവരെ ഓർക്കണം, ആ നിമിഷം മുതൽ ബലിയായി തീർന്ന ക്രിസ്മസ് ഇവിടെ തുള്ളിച്ചാടി മറിയുന്ന കാണുമ്പോൾ സങ്കടം വരിക. അതാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ അജ്ഞത നിമിത്തം. ഇവിടെ മൂർഖ ശാസ്ത്രവും ക്ലെമൻ്റോ ശാസ്ത്രവും സഭയ്ക്കകത്ത് കുറേ അറിയപ്പെടാത്ത കുറേ ശാസ്ത്രങ്ങളും കുറേ തിയറികളും കുറേ മെത്രാൻ സിനഡുകളും. എന്തു ഗുണം! എൻ്റെ വേദനയിൽ എനിക്ക് സുവിശേഷവും എൻ്റെ വേദനയിൽ എനിക്ക് ക്രിസ്തുവിൻ്റെ സമാശ്വാസവും കിട്ടേണ്ട തലങ്ങളിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? എനിക്ക് എൻ്റെ കൗൺസിലിംഗ് കാർഡും ബ്രീച്ചിങ് കാർഡും വെച്ച് ഞാൻ പോയി പല വൈദ്യരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, പല ഇടവകയിൽ ചെന്ന് ചോദിച്ചു, ഇവിടെ ധ്യാനം തുടങ്ങാം, ഇവിടെ ഏകദേശം ശുശ്രൂഷ തുടങ്ങാം അച്ഛാ, ഈ ഇടവകയിൽ നമുക്ക് പരിപാടികൾ തുടങ്ങാം, ഇവിടെ നമുക്ക് യേശുവിൻ്റെ വരനെ കുറിച്ച് പ്രഘോഷിക്കാം, അതിനായിട്ടുള്ള ഒരുക്കത്തിന് ക്ലാസ് കൊടുക്കാം. ഒരൊറ്റ അച്ഛന്മാരും കയറ്റുകയില്ല, ഒറ്റ അച്ഛന്മാരെ പള്ളിക്കകത്തോട്ട് കയറ്റുകയില്ല. നിന്റെ ക്ലാസ്സും വേണ്ട, നിന്റെ പരിപാടിയും വേണ്ട. എങ്ങനെയുണ്ട്? ഹല്ലേലൂയ! ആഘോഷിച്ചോ, നടക്കട്ടെ, വിരളിൽ എണ്ണിക്കൊണ്ട് ആഘോഷിച്ചോ, ആഘോഷിച്ചോ പ്രിയ സഹോദരങ്ങളെ. വളരെ താക്കീതാണ്. ഇതെല്ലാം കർത്താവ് പറയാണ്. ഇതെല്ലാം കൊരിന്ത്യസ്കരുടെ ലേഖനത്തിൽ കർത്താവ് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പൗലോസ് കൊരിന്ത്യസ്കരുടെ ലേഖനത്തിൽ പറയുന്നത്, ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഞാനിതെല്ലാം നിങ്ങൾക്കൊരു പാഠമാകേണ്ടതിന് എഴുതപ്പെട്ടിരിക്കുന്നു. നമുക്കിത് ഇന്നും പാഠമായിട്ടില്ല. നമ്മൾ അജ്ഞരാണ്. ജ്ഞാനം, യേശുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം നമുക്ക് ഏതാണുള്ളത് പ്രിയ സഹോദരരെ? ക്രിസ്തുവിന് വേണ്ടി ബലിയാകാൻ പഠിക്കണം, ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ പഠിക്കണം, ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കണം, ക്രിസ്തുവിന് വേണ്ടി തൻ്റെ കീശയിൽ നിന്ന് പണം എടുത്തു കൊടുക്കണം, ക്രിസ്തുവിന് വേണ്ടി ഒരു കാര്യം തലയിൽ ചോന്നുകൊണ്ട് കൊടുക്കാൻ പഠിക്കണം, ക്രിസ്തുവിന് വേണ്ടി ഒരു വേദനിക്കുന്ന മദ്യപാനിയെ കൂട്ടിക്കൊണ്ട് ഒരു ധ്യാനം കൊടുക്കാൻ കഴിയണം. പിന്നെ എന്ത് ക്രിസ്മസ് ആണ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ആഘോഷിക്കുന്നത്? ഹല്ലേലൂയ! യേശു സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശു ആരാധന. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന വചനം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, യഥാർത്ഥ ക്രിസ്മസ് എന്താണെന്ന് നീ ഇനിയും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ആ ക്രിസ്മസിൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കേട്ടിട്ട് അതിൻ്റെ നിഗൂഢ രഹസ്യത്തെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ച്, ഒന്ന് സൂക്ഷ്മമായി പഠിച്ച് അതൊന്നുകൂടെ കേൾക്കണേ. നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ജ്ഞാനം അതിനകത്ത് എഴുതിയിരിക്കുന്ന നിഗൂഢ രഹസ്യം ബൈബിളിലുള്ളതല്ല, അത് പരിശുദ്ധാത്മാവ് സ്വർഗത്തെ ഉദ്ദേശിച്ച് തന്നിരിക്കുന്ന ആ നിഗൂഢ രഹസ്യം കഴിഞ്ഞ എപ്പിസോഡിൽ കിടപ്പുണ്ട്. നിഗൂഢ രഹസ്യങ്ങളുടെ ക്രിസ്മസ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പഠിക്കണം, കാണണം പ്രിയപ്പെട്ടവരെ. അത് 3-4 പ്രാവശ്യം എടുത്ത് വെച്ച് നിങ്ങൾ കാണും. അതിനത് പറഞ്ഞിട്ടുണ്ട് നിഗൂഢ രഹസ്യങ്ങൾ. അതിലെ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഞാൻ നേരുകയാണ്. നമുക്ക് സഹിക്കാൻ കഴിയണം, യേശുവിന് വേണ്ടി നമ്മൾ ബലിയാകണം. അനേകം രീതിയിൽ നമുക്ക് ബലിയാകാം പ്രിയപ്പെട്ടവരെ. സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട്, ഒരാളെ ധ്യാനമന്ദിരത്തിൽ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ട്, അവൻ്റെ കീശ പൈസയിൽ ഒരു പൈസ നമുക്ക് ഇട്ട് കൊടുത്തുകൊണ്ട്, അവൻ്റെ പുറുതാക്കന്മാരെ ശാപത്തിൻ്റെ ബന്ധനങ്ങളെയും കെട്ടഴിച്ചു കൊടുത്ത് അവനെ നല്ല കുമ്പസാരത്തിന് ഒരുക്കി, കർത്താവിൻ്റെ വരവിനായിട്ട് അവനെ ഒരുക്കി അവനെ കൊടുക്കാം. ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തിയാൽ, ഒരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്തിയാൽ, ഒരു വ്യക്തിക്ക് വേണ്ടി നിൻ്റെ ജീവനോ ജീവിതമോ സമയമോ പ്രാർത്ഥനയോ ചെലവഴിച്ചാൽ അതിനപ്പുറത്തേക്ക് സുവിശേഷമില്ല പ്രിയ സഹോദരങ്ങളെ. അതാണ് ക്രിസ്മസ്. ഹല്ലേലൂയ! സർവ്വശക്തനായ യേശു ക്രിസ്തു നമ്മെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുരക്തം നമ്മൾ കോട്ടയിട്ട് സംരക്ഷിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയട്ടെ. കർത്താവായ യേശു രണ്ടാമത്തെ വരൻ്റെ ഒരുക്കം നമ്മളിൽ ആരംഭിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സത്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ജ്ഞാനം, അതിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുമാറാകട്ടെ. അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തുതിക്കുന്നു. ആമേൻ.